മാത്രം റെഡിയാ. നീ ഒരു ദിവസം ഇമാമെങ്ങാനൊരു കട്ടകാലത്തിന് വല ലാല്ലൂൻ എന്ന് പറഞ്ഞ എന്തായിരിക്കും ബാക്കിലേക്കുള്ള അവസ്ഥ? എന്ന് ഇമാമ് വല ലാല്ലീൻ, നമ്മൾ ആമീൻ. യാദൃച്ഛികമായിട്ട് ഒരു ദിവസം ഇമാമ് വല ലാല്ലൂൻ എന്ന് പറഞ്ഞു നോക്കിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മളെ പറയാം ആമൂൻ പറയും. എന്താ കാരണം? അത്രയും നമുക്ക് നിസ്കാരത്തിലുള്ള ശ്രദ്ധ ഉള്ളു. എന്താ ചെയ്യണത്? അതേ എല്ലാ ദിവസം ഇങ്ങനെ ചെല്ലണം, നിസ്കരിക്കണം, ഈ ഓർമ്മയിലാണ്ട് ചെയ്യണേ. ഇപ്പോ ഈ കഴിഞ്ഞ കുറച്ചു മുമ്പ് മലപ്പുറം ജില്ലയിലെ ഒരു പള്ളിയിൽ ഒരു ലോറിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ ഇമാമിക്കണത്. ഇവരുടെ കട്ടകാലത്തിൽ ലോറിസ്കാരത്തിൽ ഫാത്തിഹ ഉറക്കി ഓതി. ലോറിസ്കാരത്തിൽ ഫാത്തിഹ ഉറക്കിയത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം എന്ന് ഓതിയപ്പോഴാണ് ഈ ചെങ്ങായിക്ക് എന്തോ ഓർമ്മ വന്ന്, ഇതിപ്പോ ലോറിസ്കാരാണ്, ഫാത്തിഹ പതുക്കെ ഓതണ്ട്. റഹ്മാൻ റഹീം ഓതി നിർത്തി, പിന്നെ പതുക്കെ ഓതാൻ തുടങ്ങി. ആ പിന്നിലേക്കാണ് ആൾക്കാർ കരുതി ഇപ്പൊ മാലിക് യൗമിദ്ദീൻ മറന്നുപോയതാന്ന് കരുതി മാലിക് യൗമിദ്ദീൻ എന്ന് ഉറക്കെ തിരുത്തി ഓതിക്കൊടുത്തൊരു സമുദായം അല്ലേ? ഇതായി മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ. എങ്ങനെ ഈ ഉമ്മത്ത് നന്നാകും? എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? പടച്ചവനെ കുറിച്ച് ഓർമ്മയുണ്ടോ? അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് ചിന്തയുണ്ടോ? ഖുർആനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഇല്ല. ഒരു വേദഗ്രന്ഥവും നമുക്ക് വേണ്ട. നമ്മുടെ കയ്യിൽ മലയാള മനോരമ, നാനാ, സിനിമാ വാരിക, എല്ലാ സാധനം ഉണ്ട്. എന്നാ ഒരു അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം അല്ലെ, ഒരു അൽമനാർ ചേർക്കാനുണ്ട്. അതിപ്പോ മൗലവി ഭയങ്കര ടൈറ്റാ ജീവിതക്ക. എന്നാ അവന്റെ മേശപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഭാര്യക്ക് വായിക്കാനുണ്ട് സകല സിനിമാ മാസികളും വാരികകളും കുടുംബമാസികളും എല്ലാം ഉണ്ട്. അവന് വായിക്കാനാണെങ്കിൽ അതുപോലത്തെ സകല പ്രസിദ്ധീകരണങ്ങളും, നാട്ടിലെ പത്രങ്ങള്, കുട്ടികൾക്ക് വായിക്കാൻ ബാലരമ, ബാലഭൂമി, കളിക്കുടുക്ക സകല പ്രസിദ്ധീകരണങ്ങളുണ്ട്. എന്നാ ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണം വാങ്ങാൻ ഒരു അൽമനാർ വാങ്ങുമോനെ? ഇല്ല, ഇപ്പൊ ടൈറ്റാ, ഭയങ്കര പ്രയാസാ വീട്ടിലൊക്കെ. ഇതാ നമ്മുടെ അവസ്ഥ. അത് സഹോദരിമാർക്ക് മാറ്റാൻ കഴിയണില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണില്ല. ഇത് അവരെന്നെയാണ് രാവിലെ പോകും, ദൈവത്ത് അല്ലേ? വീട്ടിലെ ചിന്തയില്ല, നാട്ടിലെ ചിന്തയില്ല. ഏതെങ്കിലും ഒരു ദിവസേക്കേ പോയിട്ടുണ്ടാവുള്ളൂ. ഒരു രാത്രി ചിലപ്പോൾ അല്പം വൈകി വന്ന ഈ മനുഷ്യന് വീട്ടിലെയും ചിന്തയില്ല, നാട്ടിലെയും ചിന്തയില്ല. എങ്ങനെ നടക്കണ് അല്ലേ? ഇങ്ങനെ നടക്കണ സഹോദരിമാര് നമ്മളെങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരായി മാറും? എങ്ങനെ ദൈവത്തിന്റെ രീതിശാസ്ത്രം പഠിച്ച മുജാഹിദുകളായി നമ്മൾ മാറും? മുജാഹിദത്തുകളായി നമ്മൾ മാറും? ക്ഷമിക്കാനും കഴിയണില്ല, സഹിക്കാനും കഴിയണില്ല. ഇന്ന് ക്ഷമയും സഹനം ഒരു വിട്ടുവീഴ്ചയില്ല. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രത്തിൽ ഭക്ഷണമായിട്ട് വന്നു. വേറെ ഭാര്യന്റെ വീട്ടിൽ നിന്ന് വന്നതാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോ ആയിഷ ബീവിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഒറ്റ തട്ട്, പാത്രവും തകർന്ന് ഭക്ഷണവും പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മുണ്ടാതെ സംസാരിക്കാതെ ഇങ്ങനെ ഇരുന്ന് അതൊക്കെ അകത്ത് പോയിട്ട് വേറൊരു പാത്രം എടുത്ത് ഈ ഭക്ഷണമൊക്കെ എടുത്ത് അതിൽ വെച്ച് ഒരു മൂലക്ക് വെച്ചിട്ട് റൂമിൽ പോയി ഒന്നും സംസാരിക്കാതിരുന്ന്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അത് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. നബി എന്നെ ഒന്ന് തല്ലിയിരുന്നെങ്കിൽ എനിക്ക് ക്ഷമിക്കാമായിരുന്നു, നബി എന്നെ ഒന്ന് ചീത്ത പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു. പക്ഷേ ഇതെനിക്ക് ക്ഷമിക്കാൻ കഴിയണില്ല, സഹിക്കാൻ കഴിയണില്ല. അള്ളാന്റെ ദൂതരഞ്ഞോട് സംസാരിക്കുന്നില്ല, വർത്താനം പറയുന്നില്ല. നബിന്റെ അടുത്ത് നിന്ന് നബിയെ, എന്നെ രണ്ട് തല്ലിയാ എനിക്ക് സങ്കടമല്ല, എന്നൊന്ന് ചീത്ത പറഞ്ഞ എനിക്ക് വിഷമമില്ല, പക്ഷേ അങ്ങെന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത പ്രവർത്തനത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ തോളത്ത് പിടിച്ചിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, ആയിഷ, നിന്നോട് ഞാനല്ലാതെ ആരാ ക്ഷമിക്കാനുള്ളത്? എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുർഅ. അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വളരെ കൃത്യ. ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ അളബ്. ഒരു ദേഷ്യം വരുമ്പോ ഒട്ടന്നെ അങ്ങട്ട് എല്ലാം തീരുമാനിക്കുന്നവനല്ല, മത്സരം കൂടി അടിപിടി കൂടി ശക്തൻ ജയിക്കുന്നവനല്ലടോ നിങ്ങളുടെ കൂട്ടത്തിലെ ശക്തൻ. മറിച്ചെന്താ, ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ, കോപം വരുന്ന സന്ദർഭത്തിൽ അതടക്കി വെക്കാൻ കഴിവുള്ളവൻ. അത് ഭർത്താവ് ഒരു സാധനം വാങ്ങാൻ പറഞ്ഞ് വൈകുന്നേരം തിരിച്ചു വന്നപ്പോ മറന്നുപോയി. ഒട്ടന്നെ അങ്ങട്ട് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കല, ഇങ്ങനത്തെ ഒരു ഇതുമില്ല, പിന്നെ കലാപം ഉണ്ടാക്കണ അല്ലേ, പിന്നെ ബഹളം ഉണ്ടാക്കണ സഹോദരിമാര് അല്ല. ലൈസ ശദീദു ബിസ്സുർഅ. കോപം മത്സരത്തിൽ തമ്മിലടി കൂടി ജയിക്കുന്നവനല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ശക്തൻ. ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ അളബ്. കോപം വരുമ്പോ അതിനടക്കി വെക്കാൻ കഴിയുന്നവൻ. അല്ലേ? ഇന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടില്ല, ഇല്ല സാരില്ല, മറന്നുപോയിക്കാരൻ, നാളെ മതി. അല്ലെ? ഒന്ന് പറയാൻ കഴിയുന്നവരാണ് സ്വർഗാവകാശിയായ ആളുകള്, അവരാണ് യഥാർത്ഥ ശക്തൻ. അപ്പൊ അങ്ങനെയുള്ള നന്മ നിറഞ്ഞ ആളുകളായിട്ട് ക്ഷമയും വിട്ടുവീഴ്ചയും സഹനവും എല്ലാം. നമ്മള് പള്ളിക്കമ്മിറ്റിന്റെ ഒരു പിരിവുണ്ട്, വരുമ്പോ പെണ്ണുങ്ങൾ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ആണുങ്ങളാരും ഇല്ല. അല്ലെങ്കിലോ അതേ പിന്നെ നമ്മൾ എന്തേലുമൊക്കെ കണ്ട് പറയും, ഇവിടെ ഒരു 10 രൂപ അല്ലെങ്കിൽ 2 രൂപ 1 രൂപ 50 പൈസ. എന്നൊരു ഗാനമേളന്റെ പിരിവുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാട്ടിന്റെ പിരിവുണ്ട്, ഇത്ര നമ്മള് 50, 100, 1000, 10,000 ഇത്ര നമ്മൾ ചെയ്യും. പക്ഷെ ഒരു ഖുർആൻ ക്ലാസ്സിന് 2 രൂപ അല്ലെ, 50 പൈസ, ഇതൊക്കെ നമ്മുടെ ഒരു ദാനധർമ്മത്തിന്റെ ഒരു ഏർപ്പാട്. ഇസ്ലാമിന്റെ കാര്യത്തിൽ ഒന്നും ഒരു താല്പര്യമില്ല. നിങ്ങൾക്കറിയാം, അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹുവിനെ കുറിച്ച്, കണ്ണു കാണാ തന്തനായ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് നബിന്റെ അടുക്കൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അവഗണിച്ചു, ഒന്ന് മുഖം തിരിച്ചു.
16 ആയത്ത് ഖുർആനിൽ അവതരിച്ചു. അബസബത്തവല്ല അൻജാഅഹുൽ അഅ്മ എന്ന് തുടങ്ങുന്ന 16 ആയത്ത്. ഈ 16 ആയത്ത് അദ്ദേഹത്തിന്റെ പേര് അവതരിച്ചു. നബിയെ താങ്കൾ ചെയ്ത് ശരിയായിട്ടില്ല. അബ്ദുല്ലാഹി മക്തൂം റളിയല്ലാഹുവിന്റെ നേരെ മുഖം തിരിച്ചത് ഒരിക്കലും ശരിയായില്ല. അപ്പൊ 16 ആയത്ത് എന്റെ പേര് കിട്ടി. കണ്ണും കാഴ്ചയിൽ അടങ്ങിന്നാ മതി, സ്വർഗം കിട്ടുമെന്ന് അദ്ദേഹം തീരുമാനിച്ചില്ല. മറിച്ച് മദീനത്തേക്ക് ഹിജറ പോകാനുള്ള കൽപ്പന വന്നപ്പോ ഒന്നാമത് നേതൃത്വം കൊടുത്ത് കടന്നുപോയ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു ആയിരുന്നു. വീണ്ടും അദ്ദേഹത്തിന്റെ പേരിൽ അവരല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു ആയത്ത് അവതരിച്ചു. അവ 2 വട്ടം ഖുർആനിൽ ആയത്ത് അവതരിച്ച അദ്ദേഹത്തിന്റെ പേരിൽ. ഞാൻ മദീനത്തെത്തി പ്രവാചകന്റെ മസ്ജിദുൻ നബവിയിൽ അസിസ്റ്റന്റ് മുഅദ്ദിനായിട്ട് ബിലാൽ റളിയല്ലാഹുവിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ബാങ്ക് കൊടുക്കാൻ ആളായി നിശ്ചയിക്കപ്പെട്ടു. 4ാമത് മദീനത്തിൽ നിന്ന് പ്രവാചകൻ യുദ്ധത്തിന് പോകുമ്പോൾ പ്രതിനിധിയാക്കപ്പെട്ടു. ഇപ്പൊ ഇത്ര ശ്രേഷ്ഠതകൾ കിട്ടി അബ്ദുല്ലാഹി മക്തൂം റളിയല്ലാഹുവിന് നേരെ നബിന്റെ അടുത്ത് ചെല്ലും, എപ്പോഴും ചെല്ലും. ഓരോ യുദ്ധത്തിന്റെ